എനിക്കിതിന് താല്പര്യം ഇങ്ങനെ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ വീട് ചോരുന്നതല്ലേ ചോദിച്ചുള്ളൂ. ഈ പണിക്കാരും ഞങ്ങൾക്കുള്ള വെള്ളം പോലും തരുന്നില്ലെന്ന് പറയുന്നു. വീട് മൊത്തം ചോരുകയാണ്. ഞാൻ പറയുന്നത് വീട് മൊത്തം ചോരുകയാണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കരുത്. എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പ്ലീസ്. എന്നെ വിളിച്ച് പറയണ്ടത് ഫിറോസ് ഭായി വിളിച്ചല്ലേ പറയണ്ടത്. 1000-ന് മുകളിലുണ്ട്. എല്ലാം പറഞ്ഞാൽ മതി. പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവരെ സമ്പൂർണ്ണമായിട്ട് സന്തോഷമാക്കുക എന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം. ഹലോ ചേട്ടാ, നമസ്കാരം. 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 എന്തുണ്ട്? സുഖമാണ്? സുഖമായിട്ടിരിക്കുന്നു. 2-3 ദിവസമായിട്ട് നല്ല തിരക്കാണ്. ഫോണുകൾ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ദേഷ്യപ്പെടുവാൻ തോന്നരുത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പറഞ്ഞ് മുഴുവിപ്പിച്ചതിന് ശേഷമേ എന്നോട് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കാൻ പോകും. എന്നോട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് താജ് പത്തനംതിട്ട. എൻ്റെ ഒഫീഷ്യൽ നെയിം കെ താജുദ്ദീൻ എന്നാണ്. ഞാൻ 33 വർഷക്കാലമായി മിമിക്രി, സിനിമ, സീരിയൽ, തമിഴ് സിനിമ ഉൾപ്പെടെ ഇപ്പോൾ ഹിന്ദിയും ഒരെണ്ണം ചെയ്തു. ഹിന്ദി ആൽബമാണ്. അത് ഇപ്പോൾ റിലീസായതേ ഉള്ളൂ. ഒരു സമയത്ത് അതിൻ്റെ അകത്ത് നന്ദികേശന്റെ വേഷമാണ് ചെയ്തത്. അപ്പോൾ ആ മേഖലകളിൽ ഞാൻ നിൽക്കുന്നു. കൂടാതെ 1996 മുതൽ ഞാൻ സർക്കാർ സർവീസ് ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ PSC ടെസ്റ്റ് എഴുതി പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് 2007 സെപ്റ്റംബർ മാസമാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് കയറി. ഇപ്പം നിലവിൽ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ, പത്തനംതിട്ട ജില്ലയിലെ തന്നെ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്ന അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. കൂടാതെ സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങി കലാ സാംസ്കാരിക രംഗത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ കുടുംബമാണ്. തീർച്ചയായിട്ടും നമ്മൾ മൊബൈല് തുറന്നു കഴിഞ്ഞാല് അതാണ് രേണു സുധിയാണ് കയറി വരുന്നത്. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെ തുടങ്ങുന്നു? വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധം. ഒരുമിച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. TV ഷോസുകളൊന്നും ഒരുമിച്ച് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അന്ന് മുതൽ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റാണ്. പെട്ടെന്നൊരു ദിവസം ഫേസ്ബുക്കില് പ്രിയപ്പെട്ട കലാകാരൻ സുധിയെ പറ്റി ഒരു കടം മേടിച്ചതുമായിട്ട് സംബന്ധിച്ച് ഒരു ന്യൂസ് വരുന്നു. ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം നമ്മ ഏതൊരാളും സാഹചര്യങ്ങളിലാണ്. ഒരാളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇന്ന് ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങാറില്ല. സാഹചര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവനെങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ അടി കമന്റ് ചെയ്തു, സുധി പൈസ തരാമെന്ന് പറഞ്ഞല്ലോ, ഇല്ലെങ്കിൽ ആരെങ്കിലും തരാൻ ഇനി സുധി തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാന്ന് എഴുതി. അപ്പോൾ ഒരാളെ വെറുതെ വിടുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാനിപ്പോഴും പറയുന്നത് രേണു സുധിയുടെ വഴിക്ക് വിടുക. എന്തിനാ അവരെ ഉപദ്രവിക്കാൻ പോകുന്നത്? അപ്പൊ ഞാനിപ്പോ രംഗത്ത് വരാൻ കാരണം വെറുതെ ഇരുന്ന എൻ്റെ പേര് അദ്ദേഹത്തിന്റെ രേണു സുധിയുടെ പപ്പ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം തോന്നി. നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നന്ദികേട് കാണിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രംഗത്ത് വന്നതും ഞാൻ പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ അവര് സീരിയൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞില്ല. അവർ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ സഹായിച്ചത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സുധി കാണും. അങ്ങനെ ഒരിക്കലും ഞാൻ അവരുടെ നാട്ടിൽ കൂടെ പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. എനിക്കൊരു കോൾ വരുന്നു സുധിയുടെ. ഞാൻ തൊട്ടുപുറകിൽ ഓട്ടോറിക്ഷയിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വണ്ടി ഒതുക്കി നിർത്തി ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ച് കൈക്കുഞ്ഞുമായി വന്നു, സംസാരിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടബാധ്യതകളെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുകയൊക്കെ ഞാൻ പറയാം, ഒന്നും കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ, നമുക്കെല്ലാം ശരിയാവും. ഇപ്പം സുധിക്ക് ഇപ്പം ചാനലിൽ നല്ല വരുമാനവും സുധി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന താരമായി മാറുമ്പോൾ നമ്മളെല്ലാ ബാധ്യതകളും എല്ലാം തീരും. നമ്മളാരും ജനിച്ചപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, മരിക്കുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകത്തില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായി യാത്രയായി. കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് സുധി മരിച്ച വിവരം അറിയുന്നത്. ശരിക്ക് അടക്കത്തിന് പോകാൻ സാധിച്ചില്ല. നിന്നൊരാളല്ല ഞാനാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് ഞാൻ ചോദിച്ചു എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാൽ കുഴപ്പമില്ല, ഇക്കായ്ക്ക് എന്ത് വേണേലും ഇക്കായ്ക്ക് എപ്പോഴും വെള്ളം വരാമല്ലോ. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ഒരു വാടക കൂട്ടി താമസിക്കുന്നു. അവർ അന്നും പോലെ അവരുടെ കുടുംബവുമായിട്ട് എന്താ പറയുക, അച്ഛനെ നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞ്, പിന്നെ മൂത്ത മോൻ എന്ന് പറയുമ്പം അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട. എനിക്ക് അതൊക്കെ എന്ന് പറയുന്ന വിഷമമാണ്. നമ്മളെ കണ്ണുള്ളപ്പം കണ്ട് വില അറിയത്തില്ല. അവരോട് തന്നെ ഉണ്ട്. മുടിയൊക്കെ വളർത്തി നല്ലൊരു പയ്യൻ. ഞാൻ കുഞ്ഞിലെ കണ്ടതല്ലേ അവനെ.
അപ്പൊ അവനെ അവിടെ നിൽക്കുന്നു. വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്, എല്ലാം ഉണ്ട്. നാട്ടുകാരെല്ലാം നല്ല സഹകരണം. ആ നാട് മൊത്തവും മരിപ്പിന് സുധീയുടെ മരണത്തിനൊപ്പം കൂടെ നിന്നു. എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ട്. അത് കഴിഞ്ഞ് അതിന്റെ 40-ാം ദിവസത്തിന്റെ പരിപാടിക്ക് ഞാൻ പോകുന്നു. അന്ന് വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ പോയുള്ളൂ. ഞാനോടൊപ്പം സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വരുന്നു. സുധീയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡെത്ത് റിപ്പോർട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു. എന്നിട്ട് ആ ഡെത്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. സുധീയുടെ ഇളയ കുഞ്ഞിന് എന്റെ പറഞ്ഞു, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു എവിടാ ജനിച്ചത്? ആ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ വിളിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ കുട്ടിയുടെ പേര് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ സുധിയോട് രേണുവിനോട് പറയുന്നു വിധവാ പെൻഷൻ അപേക്ഷ കൊടുക്കണം. അവരുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വിധവാ പെൻഷൻ അപേക്ഷ കൊടുക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒക്കെ ചെയ്യുമ്പോഴാണ് ഫേസ്ബുക്കിൽ പിന്നെ ഫിറോസ് ഭായ് KHDFCയുടെ കേരള ഹോം ഡിസൈൻ അവരുടെ ഒരു ഇത് കാണുന്നു. പഞ്ചായത്തിൽ നിന്ന് കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടുന്നില്ല. ഉടനെ ഞാൻ എൻ്റെ കമന്റ് അടിച്ചിട്ട് ഫിറോസ് ഭായുമായിട്ട് കോൺടാക്ട് ചെയ്തു. പഞ്ചായത്തിലെ കോട്ടയം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സുനിൽകുമാർ സാറുമായിട്ട് ബന്ധപ്പെടുന്നു. സാർ ഇടപെടുന്നു. 2 ദിവസം കൊണ്ട് പെർമിറ്റ് കിട്ടുന്നു. പെർമിറ്റ് വാങ്ങാൻ വേണ്ടി കോട്ടയം അലക്സ് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഇപ്പൊ എക്സിക്യൂട്ടീവ് അംഗമാണ്, സിനിമാ താരമാണ്. പിന്നെ കോട്ടയം അലക്സ് വരുന്നു. അദ്ദേഹം ഫീസ് അടയ്ക്കുന്നു, പെർമിറ്റ് കിട്ടുന്നു, വീട് പണി തുടങ്ങുന്നു. ഈ വീട് പണി തുടങ്ങുന്ന സമയത്തൊക്കെ ഇവര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആരെ? ഈ പണിക്കാരും ഞങ്ങൾക്ക് ഗ്ലാസ് വെള്ളം പോലും തരുന്നില്ലെന്ന് പറയുന്നു. വെള്ളം പോലും കൊടുത്തില്ല. ഒരു വെള്ളം പോലും കൊടുക്കുന്നില്ല പറഞ്ഞു. ഞാൻ രേണുവിന്റെ ഫാദറിനെ വിളിക്കും. അദ്ദേഹം പറയും ഞാൻ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ആളാ. എപ്പോ പറഞ്ഞാലും അദ്ദേഹം പറയും ശരിയായി. അത് വയ്യാത്തോണ്ടായിരിക്കുമല്ലോ വയ്യാന്ന് പറയുന്നത്. അല്ല, രേണു അപ്പം ഓരോ കാര്യങ്ങൾക്ക് പോകുന്നു. രേണു പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഒരാള്. അവരുടെ വീട്ടിലെ രേണു അന്നൊന്നും ഒരു തൊഴിലിന് പോകുന്നില്ല. അപ്പം പലരുടെ സഹായങ്ങൾ കൊണ്ടാണ് ചെലവ് നടന്നു പോകുന്നത്. ആ വീടിന്റെ വാടക കൊടുത്തത് മണിക്കൂടാരം എന്ന് പറയുന്ന അവരുടെ ഒരു ഇതാണ് വാടക കൊടുത്തത്. സുധിയുടെ അനുസ്മരണം നടത്തിയത് അവരിൽ എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നു. വീട് പണി നടക്കുന്നു. വീട് പണി എന്ന് പറയുമ്പോൾ ഓരോ സ്പോൺസർമാരെ കണ്ടെത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പല പല പ്രശ്നങ്ങൾ. ഫിറോസ് ഭായി ഇവിടെ വന്നിട്ടുണ്ട്, ടൈല് കിട്ടാതെ വന്നപ്പോൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പണിക്കാർക്ക് ഇത് കൊടുക്കുന്നില്ലെന്ന് പറയുന്നു. നമ്മൾ വിളിക്കുന്നു. അങ്ങനെയൊക്കെ അവർ പണി കഴിഞ്ഞ് എനിക്ക് തോന്നി സത്യം പറഞ്ഞ ഇതൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഏത് ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. ഒരു സൗജന്യമായിട്ട് വന്ന് പണിഞ്ഞ ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെയൊക്കെ കണ്ണുനീര്, അവരുടെയൊക്കെ ശാപങ്ങൾ വീഴും. അല്ലെങ്കിൽ ഈ വീട് പണിഞ്ഞവരൊക്കെ ഒരു സഹകരണം ഇല്ല. അവർ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. എനിക്കറിയില്ല അവര്, കാരണം അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ച് കാണും. അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ ആയിരിക്കും. അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു. അവർ കടയിലെങ്ങാണ്ട് അറേഞ്ച് ചെയ്തു, പിന്നെ എങ്ങോട്ടൊക്കെ എന്തൊക്കെ ചെയ്തു. ഏതായാലും വീടിന്റെ പെരവാസ്തു ഹൗസ് വാമിങ് വന്നു. ഞാൻ പോയിരുന്നു. ഒരുപാട് മായിലെ അംഗങ്ങളെ, സിനിമാ താരങ്ങളെ ഒരുപാട് പേര് വന്നിരുന്നു. എല്ലാം വീടിന്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അവിടെയാണ് ചേട്ടൻ എത്രയോ 350 പേർക്ക് 350 പേർക്ക് ഭക്ഷണം 1 ലക്ഷം രൂപയുടെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടന അത് നേരത്തെ കൊടുക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഫിറോസ് ഭായ് കൊടുക്കാന്ന് പറയുന്നു. ഇതൊക്കെ സംഭവം കറക്റ്റാണ്. അപ്പൊ അവർക്ക് ഇതായിട്ട് കിട്ടുന്ന എല്ലാ വിവരങ്ങളും എല്ലാം അറിയാം. നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുക്കിയിട്ടുണ്ടാവും എന്ന ഒരു ഞാൻ മുക്കിയിട്ടുണ്ടാവും. അല്ല, നിങ്ങള് അദ്ദേഹം ഒരിക്കലും ഞാൻ പിരിവ് നടത്തിയിട്ടില്ല. ഞാൻ ആരുടെടുത്തും സാമ്പത്തികം ചോദിച്ച് അഭ്യർത്ഥിച്ച് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഫിറോസ് ഭായ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അല്ല, എങ്ങനെ ആ വിവരം അറിഞ്ഞു എന്ന രീതിയിലാണ് അല്ല അവർക്ക് പൈസ കിട്ടിയ പൈസ അവരെന്ത് ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് ചോദിക്കാനുള്ള നിർബന്ധിച്ചു എന്നാണ് പറഞ്ഞത്. ഇല്ല, അപ്പൊ ഭക്ഷണത്തിന് പൈസ കൊടുക്കാനായിട്ട് നിർബന്ധിച്ചു. അത് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 350 നില വിളിക്കാതെ ഒരുപാട് പേര് വന്നു. ഇപ്പൊ നമ്മുടെ നമ്മളോട് ഇഷ്ടമുള്ളവര് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവരുടെ വീടിന്റെ ഒരു ഹൗസ് വാമിങ് നല്ല കാര്യമില്ല. ഒരുപാട് പേര് അവിടെ വന്നു. ആറന്മുളയിൽ നിന്ന് ഒരാൾ സുഹൃത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ സുധീർ ഒരു ഫോട്ടോ അന്ന് കൊടുത്തോട്ടെ. ഞാൻ പറയാൻ എന്താ കൊടുത്തോ നോക്കാം. അതൊക്കെ വീഡിയോയിലൊക്കെ നിങ്ങൾ കിടപ്പുണ്ട്, എല്ലാം കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഞാൻ എന്നിട്ട് വസ്തു കൊടുത്ത ബിഷപ്പ് നോബലിന്റെ എൻ്റെ സുഹൃത്താണ്, പത്തനംതിട്ടയിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാനും അദ്ദേഹം അടുത്തിരുന്ന് ഭക്ഷണവും കഴിച്ച് ഞാൻ വൈകിട്ടാണ് അവിടെ. പിന്നെ ഞാൻ ആ ഭവനത്തിലോട്ട് ഞാൻ പോയിട്ടില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ഇഷ്യൂ വരാൻ കാരണം വീട് ഫുള്ള് ചോരുന്നു എന്നാണ്. എന്നോട് ചോരുന്നുണ്ടോ?
സത്യം പറഞ്ഞാൽ. എനിക്കൊരിക്കലും ആ വീട് മൊത്തത്തിൽ ചോരുന്നു. മൊത്തത്തിൽ വീട് മൊത്തം ചോരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞ എന്റെ വോയിസ് എന്റെ കിടപ്പുണ്ട്. ഒന്ന് കേൾപ്പിക്കാം. അത് ഞാൻ കേൾപ്പിക്കാം. ആ വീട് മൊത്തം ചോരുകയാണ്. ഞാൻ പറയുന്നത് വീട് മൊത്തം ചോരുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീട് മൊത്തം ചോരുകയായിരുന്നെങ്കിൽ ഭിത്തി പൊളിയുന്നു. ഭിത്തി എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്നത് രാവിലെ ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജിപ്സം പിന്നെ അത് പുറമേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ പണി ചെയ്തവരെ കണ്ട പുറത്ത് ചെയ്യുന്ന അതാണ് ഇളകി വീഴുന്നത്. അത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹം. കാരണം അദ്ദേഹം തന്നെ ഇപ്പൊ രാവിലെ ലൈവ് വന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ ഒരു പാലം പൊട്ടി വീണു, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഇടിഞ്ഞു വീണു, ഉടനെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാര് രാജിവെക്കാൻ വേണ്ടിയിട്ട് ആണ് സമരങ്ങൾ. അവരെന്തിനു രാജിവെക്കുന്നു? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീണതിന് മന്ത്രി വീണ ജോർജ് ഉത്തരവാദിയല്ല, മന്ത്രി അതിനകത്ത് ഉത്തരവാദിത്വമാണോ? അപ്പൊ ഈ വീട് പണിഞ്ഞവർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇപ്പം തന്നെ മുകളില് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് ഷീറ്റ് ഓടിട്ടേക്കുന്നത്. അപ്പൊ അതിനോട് ഒരു ചാറ്റൽ എറിശൽ എന്ന് പറയും. അത് മഴ പെയ്യുമ്പോൾ ഇപ്പൊ എന്റെ ഈ വീടാണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ എറിശൽ അടിച്ച് ഇങ്ങോട്ട് കയറും. അപ്പൊ അത് ഗ്രില്ലിൽ കൂടെ ആ ഗ്രില്ല് അദ്ദേഹം അത് വെച്ചത് തന്നെ ഹൈറ്റ് ആണ്. പിന്നെ പാവപ്പെട്ടവരാണല്ലോ, എ സി ഒന്നും വെക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. എയർ കയറാൻ വേണ്ടി വെച്ചതാണ്. അത് എയർ കയറാൻ വേണ്ടി വെച്ചത് ഇപ്പൊ ചോർച്ചയായി. വീട് മൊത്തത്തിൽ ചോരുകയാന്ന് പറഞ്ഞാൽ നന്ദികേടായിട്ട് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ നന്ദികേടാണ്. 2600 രൂപ കൊടുത്ത് ശരിയാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവർക്ക് 2000 ഇപ്പം രേണുസുതിക്ക് ഇഷ്ടം പോലെ വർക്കുണ്ട്. എല്ലാ ദിവസങ്ങളും ഷൂട്ട് ഉണ്ടല്ലോ. മിനിമം ഒരു 10,000 രൂപ വെച്ച് കിട്ടത്തില്ലേ? കാശില്ലെന്നാണ് പറയുന്നത്. പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല പൈസ ഇല്ലെന്ന് പറഞ്ഞു. ആരും ഇക്കാലത്ത് ചുമ്മാ പോയി അഭിനയിക്കത്തില്ല. ഡ്രസ് എടുക്കുന്നതിന് പൈസ ആവും, മേക്കപ്പ് ചെയ്യുന്നതിന് പൈസ ആവും, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് പൈസ. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസ കാണും. അനുസരിച്ച് വീഡിയോ കൊണ്ടുവന്ന് അവര് ഫാൻ വീണത് കാണിച്ചത്, ടൈല് വീണത് കാണിച്ച്, ടൈല് പൊട്ടുന്നത് കാണിച്ച്, എന്നിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീയെ നിങ്ങൾ എല്ലാരും കൂടെ താറടി. അതെന്ത് മോശം. പറയട്ടെ, ഇത് എന്റെ കോമ്പൗണ്ടാണ്. എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്താൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കരുത്. എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, പ്ലീസ്. എന്റെ വീട്ടിൽ അവിടെ CCTV വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ. സോറി, അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് രേണുസുതി നിങ്ങളെ വിട്ടതാണ്. എങ്ങനെ വിടാനാ? രേണുസുതി അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറയത്തുമില്ല. ഞാൻ പറഞ്ഞ കാര്യം അവര് പറഞ്ഞ സാധനങ്ങൾക്ക് ഞാൻ കൗണ്ടർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. രേണുസുതിയുടെ പ്രിയപ്പെട്ട പിതാവ് തങ്കച്ചൻ പപ്പ, ഞാൻ പപ്പ എന്ന് പറയുന്നത് ഇപ്പൊ വൈറലായി പപ്പ. ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എത്ര ദേഷ്യം വന്നിട്ട് ഞാൻ പപ്പ എന്നുള്ള പദം പ്രയോഗിച്ചില്ല. ഞാൻ തങ്കച്ചൻ എന്ന് പറയത്തില്ല, പപ്പ. അദ്ദേഹം എനിക്കെതിരെ പറഞ്ഞ് എന്റെ പേര് പറഞ്ഞ് താജുദ്ദീൻ പത്തനംതിട്ടയുള്ള ഒരാളെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഞാൻ പ്രതികരിച്ചുള്ളൂ. ഇനി ഞാൻ പ്രതികരിക്കത്തില്ലായിരുന്നു. ഞാനും പ്രതികരിക്കത്തില്ലായിരുന്നു, ഒരാളും പ്രതികരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ആരോപണം വന്നോണ്ടാ രഹസ്യമായിട്ട് നമ്മളെ ഫോൺ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വീട് മൊത്തം ചോരെന്ന് പറഞ്ഞ് ഞാൻ പോകാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോയി അത് നോക്കി അതിന്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഞാൻ പിന്നെ ഇത് വെച്ചേനെ. എനിക്ക് സമയം വേണം. ഇവര് പറയുന്നുണ്ട് ഇപ്പൊ വാ എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ അവര് മനഃപൂർവ്വം ചെയ്തു. അത് നിങ്ങൾ ആ രീതിയിൽ എന്നോട് പറയുവാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ആങ്കറിനെ കൊണ്ട് മനഃപൂർവ്വം ചോദിപ്പിച്ചാണ്. അന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഉറപ്പാണ്. ഇല്ലാതെ ലോകത്തിലൊരാളും ചോദിക്കത്തില്ല. അവിടെ കഞ്ഞി വെച്ചോന്ന് ചോദിച്ചില്ലല്ലോ. നിങ്ങൾ വീട് ചോരുന്നതല്ലേ ചോദിച്ചുള്ളൂ. രേണുസുതി വീട്ടിൽ കഞ്ഞി വെച്ചോ എന്ന് ചോദിച്ചോ? എന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയം മൊത്തവും കയറിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഉടുപ്പിടാതെ നിന്നപ്പോ എനിക്ക് എക്സ്പ്ലോർ ചെയ്തതായിട്ട് തോന്നുന്നില്ല. സ്റ്റെന്റ് ഇട്ട് കാണും ചിലപ്പോൾ. അപ്പൊ അത് ഒരു ഓപ്പറേഷൻ തന്നെയാണ്, നല്ല പൈസ ആവുന്നതാണ്. അപ്പൊ അദ്ദേഹം ഹൃദയരോഗിയായ ഒരാളുടെ നെഞ്ചത്തേക്ക്, ഹൃദയം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരു ഫാൻ വീണല്ല. അത് സീലിംഗ് ഫാൻ അല്ലെന്ന് തോന്നുന്നു, എനിക്ക് വോൾ ഫാൻ ആയിരിക്കും. ആ വോൾ ഫാൻ വീണത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം കൊച്ചു പയ്യൻ മോൻ വല്ല അതിന്റെ വള്ളി പിടിച്ച് വലിച്ചായിരിക്കുമോ. ചുമ്മാ എന്തായാലും വീഴത്തില്ല.
അതോ എങ്ങനെ വീണെങ്കിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി കാണും, ട്രീറ്റ്മെന്റ് എടുത്ത് കാണും. അതിന്റെ തെളിവുകളൊക്കെ കാണിക്കണം. അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ ദേഹത്തോട്ട് ഫാൻ വീണു, ഞാൻ ഇങ്ങനെ മാറിപ്പോയി, ഇവിടെ പാട് കാണിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ഇന്റർവ്യൂവിൽ ഉടുപ്പിടാതെ നിൽക്കുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടം, ഉടുപ്പിടാതെ നടക്കുകയോ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ വന്നപ്പോ പെട്ടെന്ന് ഞാൻ ഒരു ഉടുപ്പെടുത്തിടുക, അത് എന്റെ മര്യാദ. എനിക്ക് വേണ്ടി ഉടുപ്പിടാതെ ഇവിടെ നിൽക്കുക, അത് ആരും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളില്ല. എന്നാലും അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ നെഞ്ചത്ത് ഫാൻ വെച്ചേക്കുന്ന ഫോട്ടോ എടുത്തു വെച്ച് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. അതൊക്കെ അവരുടെ ഭാഗം. നെഞ്ച് വീണിട്ടുണ്ടെങ്കിൽ അവരത് ഫിറ്റ് ചെയ്യണം. ആ വീണ ഉടനെ എന്നെ വിളിച്ച് പറയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഫിറോസ് ഭായി വിളിച്ചല്ല പറയുന്നത്. വീടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ നമ്മളെ വിളിക്കുക, വീടിന്റെ ബൾബ് പീസായെങ്കിൽ വിളിക്കുക, മോട്ടർ കേടായെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുക. ഇങ്ങനെ എഗ്രിമെന്റ് വല്ലതും ഉണ്ടായിരുന്നു? ഒരു എഗ്രിമെന്റും ഇല്ലായിരുന്നു. ഞാനത് കൃത്യമായി ചോദിച്ചു. മെയിൻ്റെനൻസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പൈസ കൊടുത്ത് വാങ്ങുന്ന വീട്, ഫ്ലാറ്റ് അല്ലെങ്കിൽ പണിയിപ്പിക്കുന്ന ചിലപ്പോൾ എഗ്രിമെന്റ് എഴുതി 50 ലക്ഷം രൂപയ്ക്ക് വീട് പണി താക്കോല് തരാന്ന് പറഞ്ഞവർ ചിലപ്പം 10 വർഷത്തേക്ക് മെയിൻ്റെനൻസ് ചെയ്യാന്ന് എഴുതുന്നു. സർക്കാർ പോലും ലൈഫിന്റെ വീട് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അവർക്ക് ചിലപ്പോൾ 40 ലക്ഷം രൂപയ്ക്കും പണിയാം. ഈ 4 ലക്ഷം രൂപ സർക്കാർ കൊടുക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് അവരുടെ വീട് മെയിൻ്റെനൻസ് കൊടുക്കുന്നത് 15 വർഷം കഴിഞ്ഞ് വീട് മെയിൻ്റെനൻസ് ചെയ്യത്തുള്ളൂ. സർക്കാർ പോലും മെയിൻ്റെനൻസ് കൊടുക്കുന്നത് 15 വർഷം കഴിഞ്ഞാൽ. ഇതിപ്പം എല്ലാ ദിവസങ്ങളും മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല. മൂത്ത മോനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്? മൂത്ത മോനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോൾ എടുത്തില്ല. ഇന്നലെ വിളിച്ചു, സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ടാണ് മാമ ഞാൻ എന്ത് ചെയ്യാനാ മാമ. പുള്ളിക്കാരനൊരു അസംതൃപ്തി ഉണ്ട്. കാരണം എനിക്ക് അവരെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആളാണ്. ശരിക്കും അവനാണ് അനാഥൻ. ഇളയ കുഞ്ഞിന് അമ്മയുണ്ടല്ലോ, അവനാരുമില്ല, അച്ഛനില്ല, അമ്മയില്ല. അവൻ നിൽക്കേണ്ട വീടാണിത്. അവൻ കൊല്ലത്ത് പഠിക്കാൻ അവിടെ പോയി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നീ താമസിക്കേണ്ട വീടാകുമ്പോൾ നീ ഇവിടെ താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവൻ ആ വീട്ടിൽ താമസിക്കണം. 18 വയസ്സിന് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ മോനെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നു വിഷമമുണ്ട്. പിന്നെ പിന്നെ സ്നേഹം കിട്ടാതെ വളർന്ന് ഇറക്കണല്ലേ, ഒരു പരിഗണന കിട്ടുന്നില്ല. പരിഗണന കിട്ടുന്നത് അവന്റെ മുറിയല്ലേ, അവന്റെ വീടല്ലേ, അവനും ഇളയ മോനും കൂടെ വെച്ചു കൊടുത്ത വീടല്ലേ. ഇതിനകത്ത് കയറി അച്ഛനും അമ്മയും എല്ലാവരും താമസിക്കുന്ന അവർ താമസിക്കണം. അവർക്ക് വീടില്ല. ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവരവിടെ താമസിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തണം. ഇത് ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്കാലത്തൊന്നും ആരും കേട്ടോണ്ടൊന്നും ഇരിക്കത്തില്ല. ഭീഷണിയുടെ സ്വരമുണ്ട് സംസാരങ്ങളിൽ മൊത്തം ഭീഷണി. ഭീഷണി എന്ന് പറയുന്നതുകൊണ്ട് എപ്പോഴും സംസാരം മാറിക്കൊണ്ടേയിരിക്കും. സംസാരം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇപ്പം ഓരോരുത്തരും ഇത് മൊത്തം എടുത്തിട്ട് വേണ്ട എല്ലാം ഉണ്ടെങ്കിൽ ഇത് രണ്ടാമത് പറയാം. ഒരു മിനിറ്റ്, ഞാൻ ഫോട്ടോ എടുത്തയച്ച അത് ഞാൻ ചെയ്തോളാം. വേറൊരു കാര്യമുണ്ട്, ഈ വീട് മൊത്തം ജോലിയാണ്. ഞാൻ ഇവരെ വിളിച്ച് മഴ പെയ്തപ്പോ മനോജ് പറഞ്ഞ് എടുത്തു തരാൻ പറഞ്ഞ് വീഡിയോ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന വിടത്തില്ല. ഞാൻ സത്യം പറയാം, പിള്ളേരെ കൊണ്ട് ഞാൻ ഫ്ലവേഴ്സിനെ അറിയിച്ച് കേസ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ അത് ചെയ്തു തരണം. മുഴുവൻ ജോലി വന്നത് അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറ്റും. 2 ആഴ്ചയായി. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറെ, ഈ മഴയ്ക്ക് മുമ്പ് അന്ന് നമ്മൾ ഓഗസ്റ്റിൽ എവിടെ കയറി താമസിക്കാൻ പറഞ്ഞ 1-2 മഴ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേക്ക് നേരുന്ന പൂര വല സൈഡ് മൊത്തം അതിന്റെ ജില്ലയിനകത്തോട്ട് അവിടെ നിന്ന് എത്തിരി വയ്ക്കുന്നത് എത്തിരി പോട്ടെ നേരിട്ട് ചോരുന്നുണ്ട്. അതുമുട്ട് എന്നെ കൊണ്ടാകത്തില്ല. എനിക്കതിൽ മറ്റേ ഓണായിരുന്ന ഞാൻ എന്തെങ്കിലും ചെയ്യാൻ. ഈ 2 മുറി ഓടിട്ട 2 മുറി ചോരുന്നുണ്ട്. പിന്നെ പെയിന്റിന്റെ തന്നെ പോട്ടെ, അപ്പം നമുക്ക് സാരം നമ്മൾ ഇനി എന്നാ ചെയ്യാൻ. അത് പുള്ളിക്കാരനോട് സംസാരിച്ചാണ്. ഞാൻ ഈ എന്റെ കോള് റെക്കോർഡിംഗ് ആകട്ടോ, കുഴപ്പമുണ്ടോ? ഇല്ല, അത് കുഴപ്പമില്ല. എന്നിട്ട് മുഴുവൻ ജോലി ഞങ്ങൾ എന്നാ ചെയ്യണം സാറ് തന്നെ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് അത് ആരെങ്കിലും ഒരാളെ വിളിച്ച് കാണിച്ചാ പോരെ? എന്തോന്ന് നോക്കിട്ട് പറയാൻ പറ. സാറേ, ഇതിന്റെ എഞ്ചിനീയർ മനോജ് എന്നെ പറഞ്ഞു നമ്മൾ കയറി എന്തായാലും ചെയ്ത് കഴിഞ്ഞ നമ്മളെ തന്നെ അയക്കും. മനോജ് ആരാ എവിടെയുള്ള? അവരുടെ എഞ്ചിനീയർ, നമ്മുടെ ഫിറോസിന്റെ എഞ്ചിനീയർ. പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? പുള്ളിയുടെ ഫോൺ നമ്പറുണ്ട്. പുള്ളിയെ ഞാൻ വിളിച്ച് പുള്ളി പറഞ്ഞ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തില്ലേ, അതിന് ചോരുന്നുണ്ട്. ഞാൻ ചേട്ടാ അതൊന്ന് ഇതെടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. വീഡിയോ ഞാൻ പിടിച്ച് അയച്ചു കൊടുത്തു. പിന്നെ ഒരു അനുഭവമില്ല. മനോജിന്റെ നമ്പർ കണ്ടല്ലോ, എല്ലാം അവരുടെ തലയിലാവും. ഞങ്ങളൊന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ ആളെ വിളിച്ച് കാണിയില്ലേ, എന്ത് പ്രശ്നം? ഞാൻ അങ്ങനല്ലേ പറഞ്ഞുള്ളൂ. ഇനി ഇദ്ദേഹം പിന്നെ ഈ വീടിന്റെ നമ്പറിങ്ങിന്റെ മാറ്റ വിഷയം, ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന രേഖകൾ ഉണ്ടെങ്കിലേ വീടിന് നമ്പർ ഇട്ട് കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോഴും പുള്ളിക്ക് അതിനൊന്നും വയ്യ, സമയമില്ല, എനിക്ക് പോകാൻ വയ്യ.
മോള് ഷൂട്ടിങ്ങിന് പോകുന്നു, ഇദ്ദേഹം കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സമയമില്ല. എനിക്ക് പോകാൻ പറ്റുമോ എല്ലാ ദിവസങ്ങളും രാവിലെ? പോയി റെഡിയാക്കി ഞാൻ പോയി ഇപ്പൊ എല്ലാം റെഡിയാക്കി കൊടുത്താൽ വലിയ സന്തോഷമാകും. എനിക്കതിന് സമയമില്ല. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, എനിക്ക് ഓഫീസിൽ ജോലിക്ക് പോകണം, പൊതുജനങ്ങളുടെ കാര്യം നോക്കണം. ഇതിനിടയ്ക്ക് സംശയങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന, എന്റെ കൂടെ ജോലി ചെയ്ത ജീവനക്കാരെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കും. പല പബ്ലിക്കും പഞ്ചായത്തിൽ ജോലിയുള്ളവർ നമ്മളെ വിളിച്ച് പല പല കാര്യങ്ങൾ ചോദിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് ചിലപ്പോൾ ഒരു മനുഷ്യന് ഒരു ഇതുണ്ടല്ലോ, അത് പറ്റില്ല. ഞാൻ ചോദിക്കുന്നുണ്ടോണ്ട്. ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ആ വീടിന്റെ പെർമിറ്റ് എടുത്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? എല്ലാം ഉണ്ടെങ്കിൽ അവിടെ അടുത്ത ഒരാൾ പ്ലാൻ വരയ്ക്കുന്ന ആരെങ്കിലും പോയി കാണുക. ബാക്കി എല്ലാ പേപ്പറും അന്ന് ഞാൻ പറഞ്ഞ എല്ലാം മൺഡേ ടാക്സ് പേപ്പറും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നുമില്ല. നമുക്ക് വേണ്ടത് 1000 താഴെ 1000 മുകളിലുണ്ട്. 1040 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത് 1000 താഴെ കൊണ്ടുവന്നവര് വേണ്ടെന്നുള്ള പേപ്പർ വന്നിട്ടുണ്ടോ? പേപ്പറല്ല, അവര് പറഞ്ഞു അവിടെ പറഞ്ഞാൽ മതി, എല്ലാം പറഞ്ഞാൽ മതി. പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി. നമ്പർ ഹലോ സാറേ എനിക്ക് നമ്പർ തരണം. ഞാൻ പറയുന്ന കംപ്ലീഷൻ വരയ്ക്കുമ്പോൾ ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് കംപ്ലീഷൻ പ്ലാൻ വരയ്ക്കുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണെങ്കിൽ വില്ലേജ് ടാക്സ് നടത്തിയേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. 1 ടൈം ടാക്സ്. അപ്പൊ നിങ്ങള് അവിടെ ഇപ്പൊ ഇന്ന് തന്നെ അടുത്ത പ്ലാൻ വരയ്ക്കുന്ന ആളോട് ചെയ്തൊരു കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും വരച്ചു തരാൻ പറ. അവരത് വരച്ചു തന്ന് അതെല്ലാം കൂടെ വെച്ചോണ്ട് നേരെ അക്ഷയായി ചെന്ന് കേസ് മാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വഴിയെ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി. 2 ദിവസത്തോളം ഞാൻ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം അവനോട് വരച്ചിട്ട് എല്ലാം കൂടെ നിങ്ങൾ തന്നെ എല്ലാം പൂരിപ്പിച്ച് എല്ലാം അവരെ പറഞ്ഞ എല്ലാം പൂരിപ്പിച്ച് നേരെ കേസ് മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമ്മൾ അപേക്ഷ കൊടുത്താൽ മതി. കംപ്ലീഷൻ പ്ലാനും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവിടെ അടുത്തുള്ള ആളെ കൊണ്ട് വരപ്പിക്കും. ഞാൻ പറയുന്ന കേക്ക്. ഇനി അവരുടെ പുറകെ പോകണ്ട. ഞാൻ ഇപ്പോഴും വിളിച്ചു, ഫിറോസിനെ വിളിച്ചു. കാരണം വിളിച്ച് അച്ഛൻ ഇപ്പൊ എന്നോട് വിളിച്ചിട്ട് എന്നോട് ചൂടായി. ഞങ്ങള് ഓൺലൈൻ വഴി നമ്പർ കിട്ടാനുള്ള ഒരു ആൾക്കാരൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ അച്ഛനും എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരുപാട് തെളിവുകളുണ്ട്. എന്നെ വിളിക്കുന്നവരാ ആരാ വിളിക്കുന്നത്? ഫിറോസ് ഭായി. ഒറ്റ മിനിറ്റ്. അതെ ജിപ്സം പ്ലാസ്റ്റർ അല്ലേ? പുറത്ത് ചില സ്ഥലങ്ങളിലേ ഉള്ളൂ അത്. അത് നമ്മളിപ്പോ കാണുന്നില്ലല്ലോ. ഇപ്പൊ പരിശോധിച്ചപ്പോഴല്ലേ നമുക്ക് മനസ്സിലായ. അല്ല, അത് നമുക്ക് അറിയാമായിരുന്നു ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നു. അത് പുറത്ത് ചെയ്തെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അല്ല, പുറത്ത് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരാളെ സ്പോൺസർ വന്ന് നമ്മളോട് ഞങ്ങൾ ക്ലാസ് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാതെ കുമ്മായമൊന്നുമല്ലോ നമ്മൾ അടിച്ചത്. കുമ്മായമൊന്നുമല്ലല്ലോ. അങ്ങനെ ചെയ്യാറുണ്ടോ? ജിപ്സം പുറത്ത് ചെയ്യാറുണ്ടോ എന്ന് ഇവര് ചോദിക്കുന്നു. പുള്ളിക്കാരൻ ജിപ്സം അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒന്ന് സ്പീക്കർ ഫോൺ ഇട്ടോട്ടെ. അല്ല അങ്ങനെ മോശമായിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്. അവര് ഒരു അവതാരകൻ ചോദിച്ച് ഞാനുമായിട്ട് മുട്ട മഴക്കുണ്ടായി പുള്ളിയുമായിട്ട്. ഇപ്പൊ പുള്ളി ചാനൽ അവതാരകനുമായിട്ട് ഞാൻ പ്രശ്നമുണ്ടായി. പുള്ളി ഇവിടെ വന്നിട്ട് എന്നോട് എനിക്ക് സംശയം തോന്നി, ഇത് രേണു പറഞ്ഞു വിട്ടതാണെന്ന് എനിക്ക് സംശയം തോന്നി പുള്ളിയുടെ ചോദ്യങ്ങളിലേ. നെഗറ്റീവ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഇവരുടെ വീട് ഇങ്ങനെ എന്തോ അവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളിപ്പോ ഈ വീട് 2600 രൂപ കൊടുത്ത് ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുമോ നിങ്ങൾ? നിങ്ങൾ ഇന്ന് വരെ എന്നോട് പറഞ്ഞ എങ്ങനെയാ? എന്നോട് ഫിറോസ് ഭായി പറഞ്ഞത്, താജ് ഭായി അവരിങ്ങനെ ദൈനംദിനം വിളിച്ച് ബൾബ് ഫീസായി അത് പോയി ഇത് പോയി എന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. നിങ്ങൾ ആ കാര്യം ചെയ്യും, ഞാൻ വേണേ ആ വീട് പൊളിച്ച് മാറ്റി അവർക്ക് കൊടുക്കാമെന്ന് അവരോട് പറ. ഞാൻ ഒരു സ്പീക്കർ ഫോൺ എന്നിട്ടോട്ടെ. ഞാൻ സ്പീക്കർ ഫോൺ ഉണ്ടാ. പറഞ്ഞോ ഫിറോസ് ഭായി. ഇതിനകത്ത് മെയിൻ പ്രശ്നം ഞങ്ങൾക്ക് ഇതിപ്പോ 2600 രൂപ കൊടുത്ത് നമ്മളത് ചെയ്തിരുന്നു. നമുക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഇതിനകത്ത്. അവരെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരെ സമ്പൂർണ്ണമായിട്ട് സന്തോഷമാക്കുക എന്നായിരുന്നു നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യം. അൺഫോർച്ചുനേറ്റ്ലി അവരത് നമ്മൾ മുതലാക്കുന്ന രീതിയിലേക്ക്, അതായത് എല്ലാം ഇവരിൽ നിന്ന് തന്നെ വാങ്ങിക്കണം, എല്ലാം ഇവര് തന്നെ ചെയ്തു തരണം, നാളെ ഒരു പക്ഷെ അരി വാങ്ങിച്ചു കൊണ്ടുവരാൻ ഇവരെന്നെ വേണം എന്നുള്ള രീതിയിലേക്ക് അവർ പോകുന്നതുകൊണ്ടാണ്, നമ്മളെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെ ഒരാള് ദാനം ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാൾ സഹായം ചോദിക്കുന്നുണ്ടോ നമ്മൾ ഒട്ടും നമുക്കതിൽ കുഴിക്കരുത്. അതെ, അത്രയുള്ളവരത്. നമ്മളെന്താ വെച്ചാൽ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാല് ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ്, അതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്.
പിന്നെ നിങ്ങൾ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞു താജിഭായി നമുക്ക് ആ വീട് വെച്ച് കൊടുക്കുന്നതിനെ പറ്റി ചെയ്യാം, പക്ഷെ അത് ഒരു പരസ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യത്തില്ല, ആരോടും പറയത്തുമില്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളതൊന്നും പരസ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പരസ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഇപ്പൊ ഒരു IPL ഒരാൾ സ്പോൺസർ ചെയ്യുന്നത് അയാൾ ഉദ്ദേശിക്കുന്നത് പരസ്യം തന്നെയാണ്. ഇത്രയും കോടികൾ കൊടുത്ത് IPL സ്പോൺസർ ചെയ്യുമ്പോൾ അത് പരസ്യം തന്നെയാണ്. അല്ല അതിപ്പോ എന്റെ വീടിന്റെ ഫ്രണ്ടിലും എനിക്ക് പരസ്യം തന്നവരുടെ ഞാൻ വെച്ചിട്ടുണ്ട്. അജയ് ഹാച്ചറീസ്, SM കളർ ഹൗസ്, മൾബറി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കും. നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് പരസ്യം ചെയ്യണമെന്ന് ആഗ്രഹം. എന്റെ പേര് പറയാതെ പല സന്ദർഭങ്ങളിലും പലരുടെയും പേര് പറയാതിരിക്കുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഫിറോസ് ഞങ്ങളുടെ പേര് പറയണം, ഞങ്ങളാണ് ഇത് തന്നതെന്ന് പറയണം എന്നെ അടുത്ത് പറഞ്ഞ ആൾക്കാർ എന്റെ കൂടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാല് അവരെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യത്തിന് വിനിയോഗിക്കാന്ന് മാത്രമാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭാഗ്യം. കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ കുറ്റിപ്പുറത്തുനിന്ന് ഞാനും എന്റെ മോളും കൂടെ വരുന്ന ടൈമില് ഒരുത്തൻ ബൈക്ക് ഇടിച്ച് എന്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് വീട്ട് എന്റെ ആ ഒരു മേലെ ആകെ ബ്ലഡ് ആയിരുന്നു. നല്ല പുതിയ ഷർട്ട് പുതിയ മുണ്ടൊക്കെ ആയിരുന്നു. ഞാൻ കണ്ടായിരുന്നു, നിങ്ങളത് പറഞ്ഞായിരുന്നല്ലോ. സത്യം പറഞ്ഞാല് ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ കാര്യവും ശരിയാക്കി. അത് കഴിഞ്ഞ് അയാളെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ അയാളെ കാണാൻ വേണ്ടിയിട്ട് വയനാട്, അതിന് മാത്രം വേണ്ടിയിട്ട് ഞാൻ വയനാട് പോയിട്ട് അയാളെ കണ്ട് അയാളെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് വന്ന ആളാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം എന്റെ മുമ്പിൽ വീണ് ദൈവം എന്റെ മുമ്പിൽ അദ്ദേഹത്തിന് വീഴ്ത്തിയത് ഒരു പക്ഷേ അയാളുടെ ഭാഗ്യവും എനിക്ക് ദൈവം തന്നൊരു ചാൻസ് തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലപ്പുറം ഒന്നും ഇല്ല. പിന്നെ പലരും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പലരും നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയും. നമ്മളത് മൈൻഡ് ആയിരിക്കും. അത് പ്രകൃതി നിയമമാണ്. രണ്ട് അഭിപ്രായം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. അത്ര എനിക്ക് ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞത് ഫിറോസ് ഭായി രാവിലെ ഞാനാണെന്ന് തോന്നുന്നു ആദ്യം കമന്റ് അടിച്ചത്. ഫിറോസ് ഭായി രാവിലെ വീഡിയോ പോയിട്ടില്ലേ രാവിലെ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. അതെന്ന് വെച്ചാല് എനിക്ക് പറയാലോ, ഈ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്ത ഇന്ന ആളാണ്, അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഡിസൈൻ ചെയ്ത ഇന്ന ആളാണ്, അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ മറ്റേ ചെയ്ത ഇന്ന ആൾ, അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാല് അവരെന്റെ കൂടെ നിന്ന ആൾക്കാരാണ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മളോട് ആദ്യം മുതൽ അവരിപ്പോഴും കഴിഞ്ഞ മിനിഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീട് മൊത്തവും ചോരുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും പറഞ്ഞു ഒരു തുള്ളി വെള്ളം വാർപ്പയെന്ന് വീഴുകയാണെങ്കിൽ ഓടി നിന്നും വീഴുകയാണെങ്കിൽ നമ്മൾ ആ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണി കൊടുക്കും. ഷേഡി വെള്ളമല്ല അതിന് ചോര നനയുവോ? മേലെ വെള്ളം കെട്ടി പരിച്ചിറങ്ങിയാണ്. അവിടുത്തെ കരിയിലകളും അല്ലെങ്കിൽ അവിടുത്തെ കച്ചറകളും ഉണ്ടെങ്കിൽ അത് മാറ്റുന്നുള്ള കുടുംബനാഥന്റെ ഉത്തരവാദിത്തം. അല്ല ഞാനിപ്പോ നാളെ പോയി പിന്നെ വീടിന്റെ മണ്ടക്കത്തെ കരിയിലെല്ലാം പോയി ക്ലീൻ ചെയ്യാൻ പോവാ. പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവിംഗിലാണ്. ഓക്കെ. ശരി.